ഹായ് എവരിവൺ. വളരെ എളുപ്പത്തിലും വളരെ സിമ്പിളായും തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ നൂഡിൽസ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പം ലെറ്റ്സ് ഗോ. അതിനായി ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമ്മൾ അല്പം ന്യൂഡിൽസ് കുക്ക് ചെയ്യുന്നതിന് അല്പം തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമുക്ക് അല്പം ഉപ്പ്, ഓയിൽ എന്നിവ ചേർത്ത് നമുക്ക് കുക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് അല്പം തണുത്ത വെള്ളം ഉപയോഗിച്ച് നമുക്ക് തണുപ്പിച്ച് നമുക്ക് റെഡിയാക്കി വെക്കാം. പിന്നീട് നമുക്ക് അല്പം ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് വെക്കാം. അല്പം ക്യാപ്സിക്കം സ്ലൈസ് നമുക്ക് തയ്യാറാക്കി വെക്കാം. ശേഷം അല്പം സ്ലൈസ് ചെയ്ത് ക്യാബേജ് നമുക്ക് സ്ലൈസ് ചെയ്ത് നമുക്ക് റെഡിയാക്കി വെക്കാം. അല്പം സവാള നമുക്ക് സ്ലൈസ് ചെയ്ത് റെഡിയാക്കി വെക്കണം. ഒപ്പം തന്നെ നമുക്ക് അല്പം ഗാർലിക്, വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് നമുക്ക് റെഡിയാക്കി വെക്കണം. ശേഷം പിന്നീട് നമുക്ക് അല്പം സോസ് റെഡിയാക്കി വെക്കണം. അല്പം സ്വീറ്റ് ചില്ലി സോസ്, അല്പം ഗ്രീൻ ചില്ലി സോസ്, അല്പം സോയാ സോസ് എന്നിവ നമ്മൾ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് തയ്യാറാക്കി വെക്കാം. പിന്നീട് നമുക്ക് ന്യൂഡിൽസ് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് അതിനകത്ത് മിക്സ് ചെയ്യാനായിട്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ അല്പം ഡൈസ് ചെയ്ത ചിക്കൻ സോൾട്ട്, പെപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് വഴറ്റി കുക്ക് ചെയ്ത് നമ്മൾ സൈഡിലേക്ക് വെക്കണം. ഒപ്പം തന്നെ ഞാനൊരു 3 എഗ്ഗ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, റോസ്റ്റ് ചെയ്ത്. പിന്നീട് നമുക്ക് അത് റോസ്റ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ഓയിൽ ചേർത്ത് നമുക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. ഗാർലിക്, ഒനിയൻ, ക്യാരറ്റ്, പിന്നീട് ക്യാബേജ്, അതിനുശേഷം ക്യാപ്സിക്കം, ഒനിയൻ എല്ലാം നമുക്ക് വഴറ്റി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് അല്പം സോൾട്ട്, അല്പം പെപ്പർ സീസണിങ് ചെയ്ത് നമുക്ക് റെഡിയാക്കാം. ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന ന്യൂഡിൽസ്, നമ്മൾ വഴറ്റി വെച്ചിരുന്ന ചിക്കൻ, നമ്മൾ റെഡിയാക്കി റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന എഗ്ഗ് എന്നിവ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സോസ് അതിലേക്ക് നമുക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ന്യൂഡിൽസ് റെഡിയാണ്. അതിലേക്ക് നമുക്ക് ഗാർണിഷായിട്ട് അല്പം ചോപ്പ് ചെയ്ത സ്പ്രിംഗ് ഒനിയൻ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫൈനലായിട്ട് ടച്ചപ്പ് അല്പം ഷുഗർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം, നല്ല ഒരുവിധം സ്വീറ്റ് കിട്ടാൻ വേണ്ടി. ഞാനിവിടെ ഗാർണിഷായിട്ട് സ്പ്രിംഗ് ഒനിയൻ ചോപ്പ് ചെയ്ത് ചേർത്തു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്ന് കരുതുന്നു. അടുത്തൊരു നല്ല വീഡിയോ കാണാം. താങ്ക് യു വെരി മച്ച്.